ഫുട്ബോൾ എന്ന് പറയുമ്പോൾ മോർ ദാൻ എ ഗെയിം ഒരുപാട് നല്ല നിമിഷങ്ങളാണ്. ഒരു പെർഫെക്റ്റ് പാസ്, ഒരു പെർഫെക്റ്റ് റൺ, അതിനുപരി സ്കോർ ലൈനിനും അപ്പുറം വരുന്ന അല്ലെങ്കിൽ സ്കോർ കാർഡിനും അപ്പുറം വരുന്ന ചില കഥകളുണ്ട്. അതെ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഗസ്റ്റിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്കൊരു വീഡിയോ കാണാം. ഫുട്ബോൾ എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ മാത്രം അവസാനിക്കുന്ന ഒന്നല്ല. അതിൽ നാട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാം ഏറെ പങ്കാളിത്തമുണ്ട്. നമ്മളിപ്പോൾ കണ്ട വീഡിയോ മണ്ണാർക്കാട് തെങ്കരയിലെ കോൽപ്പാടം എന്ന ഗ്രാമത്തിൽ നസീബ് റഹ്മാൻ സന്തോഷ് ട്രോഫി കഴിഞ്ഞ് കിട്ടിയ ഒരു വരവേൽപ്പാണ്. അവർ ഗസ്റ്റ് ടുഡേ നസീബ് റഹ്മാൻ. വെൽക്കം ടു ദ ലോങ് ഗെയിം പോഡ്കാസ്റ്റ്. ഹലോ. സോ എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഗോകുലം FC എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ ഫസ്റ്റ്. താങ്ക് യു. ആൻഡ് ദെൻ ഗോകുലം FC എന്ന് പറഞ്ഞ ടീം ഡ്രീം കംസ് ട്രൂ എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നസീബ് റഹ്മാൻ ഈ ഒരു ക്ലബ്ബിൽ സൈൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടൊരു പോസ്റ്റ്. സോ നസീബ് എങ്ങനെയാണ് ഈ ഗോകുലം FC എത്തിയ ആ ഒരു സിറ്റുവേഷനെ നോക്കി കാണുന്നത്? സോ ആദ്യം തൊട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രായത്തിൽ എന്നെ മെൻറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസൊക്കെ കാണിച്ചു തരാനോ ആരും ഉണ്ടാകുന്നില്ല. ഒറ്റയ്ക്ക് ഒരുപാട് ഹാർഡ് വർക്കിൻ്റെയും സ്ട്രഗിൾസിൻ്റെയും ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ലെവലിൽ എത്തിയത്. അപ്പോൾ ഗോകുലം FC പോലത്തെ ഒരു ടീമിൽ സീനിയർ ടീമിന് വേണ്ടി ഐ ലീഗ് കളിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ വരും മാച്ചസിൽ ഒരുപാട് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണമെന്നുണ്ട്. ഇൻഷാ അല്ലാ അടിപൊളിയായിട്ട് കളിക്കണം. തീർച്ചയായും എന്തായാലും ഗോകുലം FC ഒരു വിന്നിംഗ് ടീം ആവട്ടെ ഐ ലീഗിൽ ഈ വർഷം. അതുപോലെ തന്നെ ആ വിന്നിംഗ് ടീമിൻ്റെ ഒരു പ്രധാന ഭാഗമാകാൻ നസീബിന് കഴിയട്ടെ എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വിഷ് ചെയ്യുന്നത്. ദെൻ ഈസ്റ്റ് ബംഗാൾ പോലെ ഒരു ക്ലബ്ബിൽ കളിക്കുന്ന സമയത്ത്, സോ ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു പ്രധാന താരമായിരിക്കുന്ന ഈ ഒരു സമയത്ത് എന്തായിരിക്കും നസീബ് ആ ഒരു ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തിയ ഒരു ജേർണീനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തെല്ലാമാണ് നസീബ് ഇപ്പോൾ ചിന്തിക്കുന്നത്? ഒരു വളർന്നു വന്ന ആ ഒരു സാഹചര്യങ്ങളും അവിടം വരെ എത്താനെടുത്ത ഒരു കമ്മിറ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരിക്കണ് ഈ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചെറുപ്പത്തിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ട്രയൽസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. ചെറുപ്പത്തിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഉമ്മാൻ്റെ കൂടെയൊക്കെ ഉമ്മ എന്നെ ഇവിടുന്ന് ബസ് കയറ്റി വിടും ട്രയൽസിന്. അപ്പോൾ ഞാൻ അങ്ങനെ പോയി ട്രയലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. ചെറുപ്പത്തിൽ ഞാൻ ചേലാമ്പ്ര എന്ന് പറഞ്ഞൊരു അക്കാദമി ഉണ്ടായിരുന്നു കോഴിക്കോട്, NNMHS രാമനാട്ടരെയാണ് ശരിക്കും വരിക. അപ്പോൾ അവിടെ നിന്നായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്, അക്കാദമി വൈസ് സ്റ്റാർട്ടിങ് അവിടെ നിന്നായിരുന്നു. പിന്നെ ഞാൻ +1 +2 അവിടെ കഴിഞ്ഞു, അക്കാദമി ലെവലിൽ കഴിഞ്ഞു. പിന്നെ ഞാൻ പ്രൊഫഷണലായിട്ട് ഫസ്റ്റ് സൈൻ ചെയ്യാൻ പോകുന്നത് ഐഫ പട്ടാമ്പി കൊപ്പം LTS ഇൻ്റർനാഷണൽ ഫുട്ബോൾ അക്കാദമി. അവിടെയായിരുന്നു ഫസ്റ്റ് പ്രൊഫഷണൽ സൈനിങ്. അത് നമ്മൾ എനിക്ക് തോന്നുന്നു കൊറോണ കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഒരു ടൈമിൽ കേരള യുണൈറ്റഡ് ആയിട്ട് ഒരു ഫ്രണ്ട്ലി മാച്ച് ഉണ്ടാണ്. അപ്പോൾ ആ ടൈമിൽ നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റി ഫ്രണ്ട്ലി മാച്ചിൽ. അപ്പോൾ അന്ന് കേരള യുണൈറ്റഡിൻ്റെ കോച്ച് ബിനോ ജോർജ് ആയിരുന്നു, സന്തോഷ് ട്രോഫി ചാമ്പ്യൻ ആ വർഷത്തെ കോച്ച്. അന്ന് നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റി. മൂപ്പർ എന്നെ കണ്ടു, എൻ്റെ നമ്പർ ഒക്കെ വന്ന് ചോദിച്ച് പിറ്റേന്ന് വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ ചെയ്ത്. അങ്ങനെയൊക്കെ 2022 എന്നോട് FC അരീക്കോട് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, KPL കളിക്കണ ക്ലബ്ബ്. ആ ക്ലബ്ബിൽ എന്നോട് സൈൻ ചെയ്യാൻ പറഞ്ഞു ബിനോ ജോർജ്. അവിടെ ഞാനൊരു വർഷം KPL കളിച്ചു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ഓഫർ കിട്ടിയിട്ട് ബിനോ ജോർജ് സാറ് അങ്ങോട്ടേക്ക് പോയി. അവിടെ ജോയിൻ ചെയ്ത്, അവിടെ എനിക്ക് തോന്നുന്നു സീനിയർ ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് ജോയിൻ ചെയ്ത്, റിസർവിൻ്റെ ഹെഡും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഡെവലപ്പ് ലീഗിൻ്റെ സീസൺ വന്ന്, ആ സീസൺ ടൈമിൽ എന്നെ അങ്ങനെ കോളപ്പ് വന്ന് അങ്ങനെ ഈസ്റ്റ് ബംഗാൾ ഡെവലപ്പ് ലീഗിന് വരാൻ താല്പര്യമുണ്ടോയെന്ന് വെച്ച് അങ്ങനെയായിരുന്നു ഒരു വഴി ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ 3 വർഷം അവിടെ കളിച്ച് അങ്ങനെ ഈസ്റ്റ് ബംഗാളിലെത്തിയെന്നല്ലേ? അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉണ്ടായ ആ ഒരു സമയത്ത് അനുഭവിച്ച ഒരു എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് നസീബ് ഓവർകം ചെയ്യേണ്ടി വന്നത് ഈ ഈസ്റ്റ് ബംഗാൾ വരെയുള്ള ജേർണിയിൽ? ഈസ്റ്റ് ബംഗാൾ വരെയുള്ള ജേർണിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക്
ഫൈനാൻഷ്യലി ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കേരളത്തിൽ നിന്ന് പെട്ടെന്ന് കൊൽക്കത്തയ്ക്ക് എത്തിപ്പെടുക എന്നുള്ളതും അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് ട്രയൽ അറ്റൻഡ് ചെയ്തിട്ട് അതിനൊക്കെ ഒരുപാട് ഫൈനാൻഷ്യലി ആണല്ലോ കയ്യിൽ. അപ്പോൾ അതിൽ ഫൈനാൻഷ്യലി കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഫൈനലി നല്ലൊരു പൊസിഷനിൽ കളിച്ച് ഇപ്പോൾ ആ ഒരു ലെവലിൽ എത്താൻ പറ്റിയതിൽ ഹാപ്പിയാണ്. തീർച്ചയായും. നസീബിനെ കുറിച്ച് പറയുമ്പോൾ നസീബിൻ്റെ നാട്ടുകാരെ കുറിച്ച് പറയാതെ പോയി കഴിഞ്ഞാൽ അത് വളരെ മോശമാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സന്തോഷ് ട്രോഫിയിലെ ടോപ്പ് സ്കോററായിട്ട് തിരിച്ചു വന്ന സമയത്ത് നസീബ് റഹ്മാന് തെങ്കരയിൽ കിട്ടിയൊരു സ്വീകരണമുണ്ട്. അപ്പോൾ ആ സ്വീകരണം അതിനെങ്ങനെയായിരുന്നു? ആ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ടായിരുന്നു? സന്തോഷം ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ കിട്ടിയ സ്വീകരണത്തിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ സങ്കടത്തോടെയാണ് നാട്ടിലോട്ട് വന്നത്. ഫൈനലിൽ അതുവരെ കളിച്ച് ഫൈനലിൽ വിജയിക്കാൻ പറ്റാത്തൊരു സങ്കടം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ നാട്ടിലെത്തി എല്ലാവരെയും കണ്ട് നാട്ടിലത്തെ ആ സ്വീകരണം കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല സന്തോഷം തോന്നി. ഭയങ്കര പ്രൗഡായി. ഇത്രയും കാലം കളിച്ചതിന് ഇപ്പോൾ ഒരു നാട്ടിൽ നിന്ന് ഒരു അംഗീകാരം പോലെ കിട്ടിയപ്പോൾ ഭയങ്കര പ്രൗഡ് തോന്നിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഗ്രൗണ്ടുകളിൽ നിന്നും വളർന്നു വന്ന ഒരു താരമാണ് നസീബ് റഹ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഫുട്ബോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള സ്പോർട്സ് എന്ന് പറയുന്നത് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരുപാട് എക്സൈറ്റ്മെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു മേഖലയാണ് കേരള സ്പോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ, അതിൻ്റെ ഇൻസൈഡിൽ നിൽക്കുമ്പോൾ എന്താണ് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നത് കേരള ഫുട്ബോൾ അല്ലെങ്കിൽ കേരള സ്പോർട്സ് സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ? ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ആൻഡ് ലക്കാണ്. ഇപ്പോൾ ഒരു പ്ലെയറിന് വേണ്ട ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്ലെയർ ശ്രദ്ധിക്കപ്പെടില്ല. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയർ കളിച്ച് ക്ലിക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാമറും പുറത്തുനിന്ന് ഉണ്ടാവില്ല. ആ പ്ലെയർ കളിച്ച് ക്ലിക്കാവണം, ആ ഒരു ലെവലിലേക്ക് എത്തണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് സെറ്റ് പോലെയാണ്. കുറേ പ്ലേയേഴ്സ് ഇപ്പോൾ ഇഞ്ചുറി വന്നിട്ട് അങ്ങനെ നിന്ന് പോണവരുണ്ട്. കുറേ പ്ലേയേഴ്സ് ട്രൈ ചെയ്തിട്ട് മുന്നോട്ട് പോവാതെ ക്വിറ്റ് ചെയ്ത കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കളിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് അച്ചീവ്മെൻറ്റും മെഡൽസും ട്രോഫീസും ഒക്കെ കിട്ടുന്ന സമയത്താണ് നമുക്കെപ്പോഴും സപ്പോർട്ട് വരിക എന്നാണ് നസീബ് പറയുന്നത് അല്ലേ? ഓക്കെ, നമ്മുടെ കേരളത്തിൽ ലാക്ക് ഓഫ് ടാലൻ്റ് ആണോ കുറവ്, അതോ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണോ കുറവ്? സത്യം പറഞ്ഞാൽ ഒരു പ്ലെയറിന് വേണ്ടത് ഓപ്പർച്യൂണിറ്റീസാണ്. അതിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോംസ് ഒരുക്കി കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മളെ നാട്ടിൽ വേണ്ടത് അധികം. ഇപ്പോൾ ഒരു യങ് പ്ലെയറിന് വളർന്ന് വരണമെന്നുണ്ടെങ്കിൽ ആ പ്ലെയറിന് ഒരു സീസണിൽ തന്നെ, എൻ്റെ കോച്ചസ് പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളതാണ്, ഒരു സീസണിൽ തന്നെ ഒരു 40-something മാച്ചസ് ഒരു യങ് പ്ലെയർ കളിച്ച് കഴിഞ്ഞാലേ ഉള്ളൂ ആ പ്ലെയറിന് ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഒരു യങ് പ്ലെയറിന് ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഹൈ ലെവൽ ലീഗേഴ്സ് ആണെന്നുണ്ടെങ്കിൽ യങ് പ്ലെയേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് കമ്മിയാണ്. കൂടുതലും സീനിയർ പ്ലെയേഴ്സിനെയാണ് പ്രിഫർ ചെയ്യാറ് അധികം കോച്ചസ്മാരും. അപ്പോൾ ഒരു സിസ്റ്റം ചേഞ്ച് ആവണം, യങ് പ്ലെയേഴ്സിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. തീർച്ചയായും. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ ടാലൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരും, അല്ലെങ്കിൽ ടാലൻസ് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ആകും എന്നാണ് നസീബിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് അല്ലേ? നിലവിലെ സിസ്റ്റത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാം, നിലവിലെ നമ്മുടെ ഫുട്ബോൾ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സ്പോർട്സ് സിസ്റ്റത്തിലോ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നസീബിന് ഒരു പവർ കിട്ടുകയാണ്, ഒരു സൂപ്പർ പവർ കിട്ടുകയാണ്. എന്തായിരിക്കും നസീബ് കൊണ്ടുവരുന്ന ആദ്യത്തെ മാറ്റം? ഒരുപാട് ഗ്രാസ് റൂട്ട് ലെവലിൽ അക്കാദമീസും കാര്യങ്ങളും കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ സ്കൂൾ ബേസായിട്ട് എല്ലാവരും സ്കൂൾ തൊട്ടേ ഒരു പ്ലെയറിന് നല്ല ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും മാച്ചസും കാര്യങ്ങളും ഗ്രാസ് റൂട്ട് ലെവല് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ചേഞ്ചസ് വരുത്താൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ഫൗണ്ടേഷൻ മാറ്റേഴ്സ് എന്ന് പറയുന്നത് പോലെ ആ ഫൗണ്ടേഷനിൽ നിന്ന് തുടങ്ങണമെന്നാണ് നസീബ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നസീബ് എന്ന് പറയുന്നത് എനിക്ക് സന്തോഷ് ട്രോഫിയിൽ തന്നെ സ്കോർ ചെയ്ത പല സമയങ്ങളിലും നസീബ് റൊണാൾഡോൻ്റെ സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൊണാൾഡോൻ്റെ ഒരു ബിഗ് ഫാനാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ട്രെയിനിങ് ടൈമിലോ അല്ലെങ്കിൽ മാച്ച് ടൈമിലോ എവിടെയെങ്കിലുമൊക്കെ നസീബിന് ബാക്ക് ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഏതെങ്കിലും പോയിന്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഇപ്പോൾ ട്രെയിനിങ്ങിലാണെന്നുണ്ടെങ്കിലും ടയേർഡായാലൊക്കെ നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഇതിൽ തന്നെ എപ്പോഴും നെവർ ഗീവ് അപ്പ് എന്നുള്ളൊരു ഇതുണ്ടല്ലോ, ആ ഒരു കോട്ട് ക്രിസ്ത്യാനോൻ്റെ,
അതാണ് മനസ്സിലെപ്പോഴും ചിന്തിച്ചിട്ട് ആണ് എപ്പോഴും ട്രെയിനിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യലും ഫിനിഷ് ചെയ്യലൊക്കെ. അപ്പോൾ അങ്ങനെ ട്രെയിനിങ് ടൈമിൽ അങ്ങനെ മടുപ്പും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. എപ്പോഴും നസീബ് എന്ന് പറയുന്നത് ഒരു ഗോൾ സ്കോറിംഗ് പ്ലെയർ ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നസീബിൻ്റെ മാച്ചസ് ഒക്കെ കണ്ട സമയത്ത്. അപ്പോൾ റൊണാൾഡോ എന്ന് പറയുന്നത് എപ്പോഴും ഗോളുകളോട് ഒരു വല്ലാത്തൊരു ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ആ ഗോളടി തനിക്കൊരു ഹോബി ആവാനുള്ള കാരണം റൊണാൾഡോ ആണോ? ഞാൻ ശരിക്കും എൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DMF ആണ്. സന്തോഷ് ട്രോഫിക്ക് വന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ് കളിച്ചിരുന്നത് DMF ആയിട്ടാണ് കളിച്ചിരുന്നത്. പിന്നെ അന്നത്തെ ബിബി കോച്ച് എന്നെ സന്തോഷ് ട്രോഫിൻ്റെ ടൈമിൽ ഞങ്ങളൊരു ഫ്രണ്ട്ലി മാച്ചിൻ്റെ ടൈമിൽ ബിബി കോച്ച് എന്നെ ജസ്റ്റ് സെക്കൻഡ് സ്ട്രൈക്കർക്ക് ട്രൈ ചെയ്ത്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടാണ് ഒരു ചേഞ്ച് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ DMF കളിക്കുമ്പോൾ അങ്ങനെ സ്കോറിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബിബി കോച്ച് എനിക്ക് സെക്കൻഡ് സ്ട്രൈക്കറിൽ ഒരു അവസരം തന്ന് അതിൽ കളിച്ചപ്പോൾ ഞാൻ എല്ലാ കളിയും സ്കോർ ചെയ്യണുണ്ടായിരുന്നു. പിന്നെ എനിക്കും അതൊരു ബെസ്റ്റ് പൊസിഷനായിട്ട് തോന്നി. പിന്നെ അതിൽ നല്ല പെർഫോമൻസും കുറച്ചും വിചാരിച്ച് ചെയ്യാൻ പറ്റി. ആസ് ഓഫ് നൗ ഒരു സ്ട്രൈക്കറായിട്ടാണോ കളിക്കുന്നത് ഗോകുലത്തിലാണെങ്കിലും ഈസ്റ്റ് ബംഗാളിലാണെങ്കിലും എല്ലാം, അതോ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിലാണോ? ഈസ്റ്റ് ബംഗാളിൽ ഞാൻ കൂടുതൽ കളിച്ചുകൊണ്ടിരുന്നത് DMF ആയിട്ടാണ്. DMFൽ തന്നെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയിട്ടും 5-6 ഗോൾ അടിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് നിലവിൽ പല ലീഗ്സായിട്ടും. ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കളിച്ചിട്ട് പോലും ഡിഫൻസീവ് മിഡ്ഫീൽഡ് കളിച്ചിട്ട്. പിന്നെ ഇപ്പോൾ ഗോകുലത്തിലാണെന്നുണ്ടെങ്കിലും ഞാൻ അറ്റാക്കിങ്ങും DMF ആയിട്ടാണ് കളിക്കുന്നത് ഇപ്പോൾ. നസീബ് വളർന്നു വരുന്ന ഒരു യങ് ഫുട്ബോളർ എന്ന നിലയ്ക്ക് അപ്പോൾ ഇനി നസീബിൻ്റെ താഴെ ഒരു തലമുറ എന്ത് ചെയ്യുന്നുണ്ട്, പന്ത് കളിച്ച് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫുട്ബോൾ കളിച്ച് എത്തുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വേദിയിലേക്ക്. അപ്പോൾ ഇന്നത്തെ കിഡ്സിനോട് അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളോട് എന്താണ് നസീബിനൊരു വാർണിംഗ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ളത്? അതായത് ഇത് നിങ്ങൾ ചെയ്തിരിക്കണം, ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ സഫർ ചെയ്യും എന്നൊക്കെ തോന്നിയിട്ടുള്ള നസീബിന് ചെയ്യാൻ പറ്റാതെ പോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് ഇപ്പോൾ ഫുട്ബോൾ കരിയർ ഇപ്പോൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഫോക്കസ് അതിന് കൊടുക്കാൻ നോക്കുക പരമാവധി. അതിപ്പോൾ പ്രൊഫഷണലായിട്ട് എടുക്കണവരാണെന്നുണ്ടെങ്കിൽ അത് പ്രൊഫഷണൽ രീതിയിൽ തന്നെ എടുക്കണം. നമ്മളെ സ്ലീപ്പ് ആണെന്നുണ്ടെങ്കിലും ഡ്രിങ്കിങ് ആണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിലും ജങ്ക് ഫുഡ്സിൻ്റെ കാര്യത്തിലൊക്കെ ചെറുപ്പം തൊട്ടേ നമ്മൾ കൺട്രോൾ ചെയ്ത് യങ് പ്ലേയേഴ്സ് ഇപ്പം തന്നെ ചെറുപ്പം തൊട്ട് കൺട്രോൾ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് അവർക്ക് ഭയങ്കര ഈസി ആയിക്കരും എല്ലാ കാര്യങ്ങളും. അതിപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കളിയിലും ബാധിക്കും, നമ്മളെ ഫിറ്റ്നസ്സിലും ബാധിക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ വരുന്ന തലമുറ ഫുട്ബോൾ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പക്ക പ്രൊഫഷണലായിട്ട് ഫോക്കസ് ആയിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നസീബിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇന്നത്തെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രൊഫഷണൽ ഫുട്ബോളാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒരു ഫോക്കസ്ഡ് ആയിട്ട് തന്നെ അതിലേക്ക് തന്നെ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം അതിനെ തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈവൻ നമ്മുടെ സ്കൂളിംഗ് ലെവലിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ, നമ്മളൊരു ഫുട്ബോൾ കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈവൻ സ്കൂളിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ നസീബിൻ്റെ ഒരു സ്കൂൾ ലൈഫ് എങ്ങനെയായിരുന്നു? സ്കൂൾ ലൈഫ് വിത്ത് ഫുട്ബോൾ എങ്ങനെയായിരുന്നു? സ്കൂൾ ലൈഫ് ഞാൻ LKG തൊട്ട് ഒരു 7ാം ക്ലാസ് വരെ ഞാൻ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. ഇർഷാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് പേര് സ്കൂളിൻ്റെ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതലും ഉണ്ടാകുന്നത് ഫുട്ബോളിനെക്കാട്ടിലും കൂടുതലും നമ്മളെ പഠിപ്പിലായിരുന്നു കൂടുതൽ ഫോക്കസ് ഉണ്ടാകുന്നത്. ഇർഷാദിൽ പഠിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ ഒരുപാട് മാച്ചസ് ഇർഷാദിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഏതൊരു യങ് പ്ലെയറിൻ്റെ ഫസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് സുബ്രതോ മുഖർജി ആ ടൂർണമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇർഷാദിലാവുമ്പോൾ ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇർഷാദിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ തന്നെ എനിക്ക് ചെറുപ്പത്തിൽ ഈ DHS അന്നത്തെ കുറച്ച് പേര് കേട്ട ടീമുകളുണ്ടാവില്ല ഈ സ്കൂൾ വൈസിൽ, DHS, MES, GHS, എടത്തനാട്ടുകാരെന്ന് പറഞ്ഞ ടീമുകളൊക്കെ. അപ്പോൾ എൻ്റെ നാടിനോടടുത്തായിട്ടുള്ള സ്കൂള് നെല്ലിപ്പുഴയായിരുന്നു. അപ്പോൾ ആ ഫുട്ബോൾ ടീം അന്നത്തെ ടീമിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിക്കും, ചാമ്പ്യൻസൊക്കെ ആവാറുണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് DHSൽ പോയിട്ട് അവിടെ കളിക്കണം എന്നായിരുന്നു ആഗ്രഹം. അന്നൊന്നും ഈ നാഷണൽ ലെവലുണ്ട്, ഈ ഫുട്ബോൾ കരിയറിൽ സ്റ്റേറ്റ് ലെവലുണ്ട്, അതൊന്നും അറിയില്ല. ജസ്റ്റ് ഫുട്ബോൾ കളിക്കുക അത്രേ ഉള്ളൂ ഉണ്ടായിരുന്നു, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അറിയില്ല. പിന്നെ DHSൽ പോയതിന് ശേഷമാണ് ഈ ഡിസ്ട്രിക്ട് ലെവലും നാഷണൽ ലെവലും സ്റ്റേറ്റ് ലെവലൊക്കെ അറിയണം അതിനെ കുറിച്ചിട്ട്. അങ്ങനെ DHSൽ 7 കഴിഞ്ഞ് 8 ടൈമിൽ തന്നെ
ഫസ്റ്റ് സുബ്രത്തോ മുഖർജി ടൂർണമെൻറ്റിൽ DHSന് വേണ്ടി ക്യാപ്റ്റൻ ആകാൻ പറ്റി. Under-14 വിഭാഗം ഡിസ്ട്രിക്ട് ലെവൽ സ്റ്റേറ്റ് ലെവല് പാലക്കാടിനെ പ്രതിനിധീകരിച്ചിട്ട് സ്റ്റേറ്റ് ലെവല് സെമി വരെ എത്തി. സെമിയിൽ തോക്കുണ്ടാണ്. പിന്നെ അതിനുശേഷം 8-9 DHSൽ പഠിച്ച് 10ാം ക്ലാസ്സാണ് ഞാൻ ചേലാമ്പ്ര പോയത്. ഓക്കെ, നസീബ് പലപ്പോഴും തന്നെ സന്തോഷ് ട്രോഫിയുടെ ഫൈനലിലൊരു പരാജയത്തെക്കുറിച്ച് പറഞ്ഞു, ഇവിടെ ഒരു സെമി ഫൈനലിൻ്റെ ഒരു പരാജയത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എപ്പോഴും നമ്മുടെ കളിയുടെ ഒരു ഭാഗമാണല്ലോ ഈ തോൽവി എന്ന് പറയുന്നതും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൽ ഇപ്പോൾ ഒരു പരാജയം വരുന്ന സമയത്ത് ആരെയായിരിക്കും ഫസ്റ്റ് ആ ഒരു വിഷമം മാറ്റാൻ ആരെയായിരിക്കും ആദ്യം കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആരെയായിരിക്കും ആദ്യം കണക്ട് ചെയ്യുക മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ? കളി നെഗറ്റീവ് റിസൾട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് വിളിക്കുക ഞാൻ എൻ്റെ വീട്ടിലോട്ട് ഉമ്മാനേക്കരം വിളിക്കുക. കാരണം വീട്ടിൽ കൂടുതലായിട്ടും അറ്റാച്ച്ഡ് ഉമ്മാനായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ ഉമ്മാനെ വിളിക്കും. ഇങ്ങനെ കളി ലൂസായിട്ടുണ്ട്, അങ്ങനെ ആണ്, എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ, അങ്ങനെയൊക്കെ ഒരുപാട് ഉമ്മാനോട് വിളിച്ച് വിഷമം പറയാറുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് ഉമ്മ തന്നെയാണ്. പിന്നെ ചെറുപ്പം തൊട്ടേ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയാണ്. നസീബ് ഇന്ന് കാണുന്ന നസീബ് ആകുന്നതിൽ ആ ഉമ്മയ്ക്ക് ഒരുപാട് ഒരു പങ്കാളിത്തം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാടുണ്ട്. അതായത് ഞാൻ ഇപ്പം ഇന്ന് എനിക്ക് ഏതൊരു അച്ചീവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ ഉമ്മയെക്കാരം. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. ചെറിയൊരു പരാജയങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ ചെറിയൊരു പരാജയം വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികളുടെ കരിയർ ഇതല്ല എന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവരുടെ ഇടയിൽ നിന്നും ഒരു പരാജയ നിമിഷത്തിൽ തൻ്റെ മകനെ ചേർത്ത് പിടിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഭാഗ്യം ചെയ്തൊരു സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സന്തോഷ് ട്രോഫിയിൽ ആ ഒരു പരാജയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള ഒരുപാട് വിജയങ്ങളിലേക്കുള്ള ഒരു തുടക്കമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഞാൻ ബെസ്റ്റ് വിഷസ് നൽകുകയാണ്. കാരണം ബാക്കിയുള്ള കരിയറിലേക്ക് ഒരു മികച്ചൊരു ഫോളോ അപ്പ് കിട്ടട്ടെ, അല്ലെങ്കിൽ മികച്ചൊരു രീതിയിലേക്ക് പോകാൻ പറ്റട്ടെ എന്നുള്ള രീതിയിൽ. നസീബ് ഒരു മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നസീബിൻ്റെ ഫോൺ എടുത്ത് നോക്കുന്ന നോട്ടിഫിക്കേഷൻ ആരുടെ ആയിരിക്കും? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വാട്സപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പേരെ മെസ്സേജുകൾ വന്ന് നടക്കുന്നുണ്ടാവും ഓൺലൈനിൽ. ആരെ ഫസ്റ്റ് കാണുന്ന വെച്ചാൽ ഓരോ നോട്ടിഫിക്കേഷൻ നോക്കും. ഒരു പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ നോട്ടിഫിക്കേഷൻ നോക്കാറില്ല എന്നാണല്ലേ? പ്രത്യേകിച്ച് അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ വ്യക്തികളുണ്ടാവുമല്ലോ. അതെ അതെ, തീർച്ചയായും. നസീബിന് വേഴ്സ്റ്റ് പാർട്ട് ഇൻ ഫുട്ബോൾ കരിയർ എന്ന് തോന്നിയിട്ടുള്ളത് എന്താണ്? അതൊരു ബെഞ്ചിലിരിക്കുന്നതാണോ, അതോ ഫോം ഔട്ട് സംഭവിക്കുന്നതാണോ, അതെന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുന്നതാണോ? ഏതായിരിക്കും ഒരു വേഴ്സ്റ്റ് പാർട്ട് ഇൻ ഫുട്ബോൾ കരിയർ എന്ന് നസീബ് വിശ്വസിക്കുന്നത്? എൻ്റെ കരിയറിൽ എനിക്ക് വേഴ്സ്റ്റ് പാർട്ടായിട്ട് തോന്നിയത് ഒരു ഇഞ്ചുറി ടൈമാണ്. ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു 11 കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ നല്ലോണം കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലേക്കരം എന്തെങ്കിലുമൊക്കെ ആങ്കിൾ ഇഞ്ചുറി, ACL, അങ്ങനെ ഒരുപാട് ഇഞ്ചുറീസ് ഇപ്പോൾ ഫുട്ബോൾ ഫീൽഡിൽ വെച്ച് സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളൊരു ഇഞ്ചുറി എന്ന് പറയുന്നത് ആങ്കിളാണ്. എൻ്റെ റൈറ്റ് ഫൂട്ടും ലെഫ്റ്റ് ഫൂട്ടും 2-3 തവണയായിട്ട് ട്വിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഇഞ്ചുറി ആവുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് റിക്കവറി ആവാൻ ഒരുപാട് ടൈം പിടിക്കും. ആ ടൈമിൽ നമുക്ക് ഒരുപാട് മാച്ചസ് നഷ്ടപ്പെടും. പിന്നെ കൂടുതലുള്ള പ്ലേയേഴ്സ് കളിക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാച്ച് ചെയ്യണത് നമുക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ഇങ്ങനെ ഇഞ്ചുറി പറ്റി പുറത്ത് നിൽക്കുമ്പോൾ ഈ കൂടുതലുള്ള പ്ലേയേഴ്സ് കളിക്കണം കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നും. അതാ ഇറങ്ങി കളിക്കാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ തോന്നും. നമുക്ക് ഒരുമാതിരി ഒരു ശരീരത്തിന് ആകെ ഒരു എന്താ പറയുക, ഒരു പൊരിച്ചിലാകരം അങ്ങനെ. തീർച്ചയായും. അടുത്ത ചോദ്യം പെട്ടെന്ന് ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്. ഞാൻ അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല. ഫുട്ബോളിൽ പൊളിറ്റിക്സിന് എന്തെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ? ഒരു എസ് ഓർ നോ ഉള്ള ആൻസർ പറഞ്ഞാൽ മതി. ഉണ്ട്. ഓക്കെ, ഞാനതിലേക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല. ഫുട്ബോളിന് വേണ്ടി നസീബ് സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? അത് ഫാമിലി ടൈം ഒരുപാട് നഷ്ടപ്പെടും. നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് കൊൽക്കത്തയിൽ പോയി നിൽക്കുമ്പോൾ എന്തായാലും തീർച്ചയായും ഫാമിലിനെ എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോകാനൊന്നും കഴിയില്ല. അപ്പോൾ ഫാമിലി ടൈം മെയിൻ പാർട്ട്, പിന്നെ ഫ്രണ്ട്ഷിപ്പ് ടൈം, അതുപോലെ അങ്ങനെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ടൈമുകൾ മാറ്റി വെക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും.
നസീബിൻ്റെ നാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഏറെ കൗതുകത്തോടെ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. കാരണം ഈ മണ്ണാർക്കാട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് സെവൻസിനെയും ഫൈവ്സിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നാട്ടുകാരും ഒരുപാട് കയ്യടികൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഫൈവ്സും സെവൻസും ടൂർണമെൻ്റ് എല്ലാം ഒഴിവാക്കി പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് നസീബ് തിരിയാനുള്ള കാരണം എന്താണ്? പ്രൊഫഷണൽ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറുപ്പം തൊട്ട് ലെവൻസിനോടായിരുന്നു കൂടുതൽ താല്പര്യം. ഞാൻ പണ്ട് തൊട്ടേ ഈ ടി വിയിൽ ഈ മാച്ചസൊക്കെ കാണുമ്പോൾ ഭയങ്കര റൊണാൾഡോൻ്റെയും മെസ്സിൻ്റെയും നെയ്മറിൻ്റെയൊക്കെ മാച്ചസ് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ലെവൻസിനോടെയാണ്. സെവൻസ് കളിക്കണവർ ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ കൂടുതലും സെവൻസും ഫൈവ്സും ഒക്കെ ഭയങ്കര ഒരു എന്താ പറയുക ആവേശത്തോടെ ആണല്ലോ. ഇപ്പോൾ ഒരു സാധാരണക്കാർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ആണല്ലോ ഈ നൈറ്റ് ഔട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ സെവൻസിനെക്കാട്ടിലും അതൊരു ജസ്റ്റ് എന്താ പറയുക ഒരാൾക്ക് ഷൈൻ ചെയ്യുക ഒരു മൊമെൻറ്റിൽ. പക്ഷേ ഇതിൽ മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ സെവൻസിന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചുറി പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുക. അപ്പോൾ ഈ ലെവൻസ് പ്രൊഫഷണൽ രീതിയിൽ ലെവൻസ് ആവും. ലെവൻസ് എടുക്കുമ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലബിൻ്റെ ഭാഗത്തു നിന്നും സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് സപ്പോർട്ടീവായിട്ട് നമ്മളെ കൂടെ ഒരു ബാക്കപ്പായിട്ട് ഒരു ടീം എന്തായാലും ഉണ്ടാവും. സെവൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഉണ്ടാവുള്ളൂ. തീർച്ചയായും തീർച്ചയായും. അപ്പോൾ പരിക്കുകളിൽ നിന്നും അതുപോലെ തന്നെ ഒരു നല്ലൊരു കരിയറിലേക്ക് പോകാൻ എന്തുകൊണ്ടും പ്രൊഫഷണൽ ഫുട്ബോൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു അല്ലേ? ലോങ് ടേമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഫഷണൽ രീതിയിലുള്ള ഫുട്ബോളാണ്. ഓക്കെ. എൻ്റെ ഇപ്പോൾ സെവൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇപ്പോൾ ഈ അതിപ്പോൾ ഒരു ആക്ഷൻ ഗെയിം പോലെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിൽ നടക്കുന്നത്. കൂടുതൽ എന്താ പറയുക ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പരിക്കിനെക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ ഓപ്പണായിട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സെവൻസിൽ കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സെവൻസിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ആ കാര്യങ്ങളിലൊക്കെ സെവൻസിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അനസൊക്കെ ഒരു പോഡ്കാസ്റ്റിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഗെയിമാണ്, പക്ഷേ ഒരിക്കലും അതൊരു ഗുസ്തിയോ അല്ലെങ്കിൽ ഒരു ഫൈറ്റോ അല്ല. ഫിസിക്കൽ ഗെയിം എന്ന് പറയുമ്പോൾ ഫിസിക്കലി ചലഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ബോളിനോടായിരിക്കണം ചലഞ്ച്, അല്ലാതെ ഒരിക്കലും ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ തമ്മിൽ ഇടിക്കുന്ന ഒരു സാഹചര്യം ആകരുത് എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു സെയിം പോയിന്റ് തന്നെയാണ് നസീബും എടുത്ത് പറയുന്നത്. സോ ആ ഒരു കൾച്ചറിലേക്ക് മാറ്റം വരട്ടെ എന്ന് ആഗ്രഹിക്കാം നമുക്ക്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു ഫൺ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു ഒരു ഡിബേറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈ റൊണാൾഡോ ഓവർ മെസ്സി? അതിപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായങ്ങൾ ഡിബേറ്റ് ആയി പോകും. അത് റൊണാൾഡോ ഓവർ മെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. റൊണാൾഡോ ഹാർഡ് വർക്കിലൂടെയും ഒരുപാട് കഷ്ടപ്പാട് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, റൊണാൾഡോക്ക് മാത്രമല്ല. പക്ഷേ ഹാർഡ് വർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് വന്നൊരു പ്ലെയറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ ഹാർഡ് വർക്ക് പേസ് ഓഫ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ കരിയറിൽ റൊണാൾഡോ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ടുണ്ട്. ആസ് എ ഫുട്ബോളർ അല്ലെങ്കിൽ ഒരു യങ് ഫുട്ബോളർ എന്ന നിലയ്ക്ക് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പരമോന്നത പദവിയിൽ, അതായത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ എല്ലാ ഡിസിഷൻ എടുക്കാൻ പറ്റിയൊരു പവർ നസീബിന് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നസീബ് ചെയ്യുന്ന ഫസ്റ്റ് കാര്യം? മാക്സിമം ഓൾ ഓവർ ഇന്ത്യ ഗ്രാസ് റൂട്ട് ലെവൽ ഫുട്ബോൾ എത്തിക്കാൻ പറ്റുകയാണെന്ന് അത് ചെയ്യാൻ നോക്കും ഞാൻ. പിന്നെ അതുതന്നെയാണ് മെയിനായിട്ട് ഉള്ളത്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പാർട്സ് ഓഫ് സ്റ്റേറ്റിലും അധികം ഫുട്ബോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കുറവാണ്. ഞാൻ വിചാരിക്കുന്നത് ഇല്ല എന്നാണ്. അപ്പോൾ എല്ലാ ഓൾ ഓവർ ഇന്ത്യയിലും ഗ്രാസ് റൂട്ട് ലെവൽ വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. തീർച്ചയായും. ഗ്രാസ് റൂട്ട് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ടർഫുകളിലും അതുപോലെ തന്നെ ചെറിയ മിനി സ്പേസസിലാണ് ഈ ഒരു ഗ്രാസ് റൂട്ട് ട്രെയിനിങ് നമ്മുടെ നാട്ടിൽ അക്കാഡമികളിലൊക്കെ നടന്നു വരുന്നത്. സോ ഒരു പ്രോപ്പർ 11 ഗ്രൗണ്ട് ട്രെയിനിങ്ങിന് കിട്ടാത്തത് കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ നേരിടുന്നത്? അല്ലെങ്കിൽ നസീബിൻ്റെയൊക്കെ ഒരു തുടക്കകാലത്ത് ഒരു പ്രോപ്പർ ഷേപ്പിലുള്ള ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? എൻ്റെ ചെറുപ്രായത്തിൽ അധികം ഗ്രാസ് റൂട്ട് ലെവൽ കുറവായിരുന്നു. അധികം മഡ് ലെവൽ ഗ്രൗണ്ടുകളിലാണ് പ്രാക്ടീസും കാര്യങ്ങളും. അന്ന് ഈ ടർഫും കാര്യങ്ങളൊന്നും ആ ടൈമിലൊന്നും അധികം ഇല്ല. അധികം മഡായിരുന്നു ഈ പ്രാക്ടീസിന്. അക്കാദമി ലെവലാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്തിരുന്നത് അധികം ഈ മഡ് ഗ്രൗണ്ട്സാണ്.
ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ടർഫും ഗ്രാസ് റൂട്ട് ലെവല് ഗ്രാസ് ഗ്രൗണ്ട്സ് കമ്മിയാണ്. കൂടുതലും ഗ്രാസ് ഗ്രൗണ്ട്സ് വരണമെന്നാണ്, ടർഫിനെക്കാട്ടിലും കൂടുതൽ ഗ്രാസ് ലെവൽ ഗ്രൗണ്ട്സ് വരണമെന്നാണ് ആഗ്രഹം. അത് ഒരുപാട് ഗ്രൗണ്ട്സ് ഓരോ ഡിസ്ട്രിക്റ്റിലും അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കുട്ടികൾക്ക്. തീർച്ചയായും. ഓക്കെ നസീബ്, നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ലോങ് ഗെയിം എന്നാണ്. അപ്പോൾ ലോങ് ഗെയിം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു സ്പോർട്സ്, ഒരു അത്ലറ്റിക് ഇവൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല. സ്പോർട്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോങ് ഗെയിം ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നസീബ് എന്ന് പറഞ്ഞാൽ നസീബിൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തൊരു പോയിൻ്റാണ്. അപ്പോൾ ഇനി ഒരു ലോങ് ഗെയിം കളിക്കാൻ ബാക്കിയുണ്ട്. ഇവൻ ഇതുവരെ ഒരു ലോങ് ഗെയിം കളിച്ചെത്തിയിട്ടുമുണ്ട്. അപ്പോൾ നസീബിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ സക്സസ് എന്നുള്ളതിന് എന്തായിരിക്കും നസീബിന് ഒരു ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റുക? ഇൻസ്റ്റെഡ് ഓഫ് ട്രോഫി, മെഡൽ, അതിനേക്കാളൊക്കെ അപ്പുറം സക്സസ് എന്നൊരു വാക്കിന് നസീബ് ഒരു ഫുട്ബോളർ എന്ന നിലയ്ക്ക് ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഒരുപാട് ടാലൻറ്റഡ് ആയിട്ട് കാര്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ടു ബി ഫാക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഇതിൽ മെയിനാണ്. ഒരുപാട് കളിച്ചുകൊണ്ട് നമുക്ക് സക്സസ് ആയിക്കോളണമെന്നില്ല. ലക്ക് എന്ന് പറഞ്ഞൊരു ഫാക്ടർ കൂടി നമ്മളെ കൂടെ ഉണ്ടാവണം. നസീബ്, ഇന്നത്തെ കാലത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇനി കളിച്ചു വളരുന്ന കുട്ടികൾ ഈസ്റ്റ് ബംഗാൾ പോലെ അല്ലെങ്കിൽ ഗോകുലം FC പോലെ ഒരു ക്ലബ്ബിൽ കളിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരോട് പറയാനുള്ള ഒരു വൺ ലൈൻ മോട്ടിവേഷൻ എന്തായിരിക്കും? നിങ്ങൾ ഒരു നല്ല ലീഗിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഒരു നല്ല ക്ലബ്ബിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, കീപ് വർക്കിംഗ് ഹാർഡ് until you reach your goals and never give up guys. സ്പോർട്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് ഉണ്ടാവാറുള്ളത്. പലർക്കും പലരുടെയും കരിയർ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ചിലർക്കത് വളരെ ഫാസ്റ്റ് ആയിരിക്കും, ചിലർക്കതൊരു സ്ലോ ബിൽഡിംഗ് ഫേസിലായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ നസീബിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഫാസ്റ്റസ്റ്റ് കരിയർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ ഒരു ചെറിയ ഏജിൽ തന്നെ നസീബ് ഈസ്റ്റ് ബംഗാൾ പോലെ, ഗോകുലം FC പോലെയുള്ള വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്ലബ്ബുകളിൽ കളിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഏതൊരു പോയിന്റിൽ നിൽക്കുമ്പോഴും നമ്മൾ പറയുന്നൊരു പെർസ്പെക്റ്റീവ് ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ ലോങ് ഗെയിം. Keep playing the long game. So we are signing off this podcast for today. Thank you for coming. Thank you.